മ്യൂച്വൽ ഫണ്ട് SIP സ്കിപ്പ് ചെയ്യാനുള്ള പരിപാടിയാണോ? നിങ്ങളുടെ അതേ മിസ്റ്റേക്ക് ചെയ്ത എന്റെ ഫ്രണ്ട് ശ്രീകാന്തിന്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻട്രിഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകാന്തും ബൈജുവും ഒരേ ബാങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. വർഷം 2004 ആയപ്പോഴേക്കും അവർ രണ്ടുപേരും ഒരു കാര്യം ശ്രദ്ധിച്ചു. കൊളീഗ്സിൽ പലരും എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ട് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്തും ബൈജുവും കൂടി അവർക്ക് പരിചയമുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഏജന്റിനെ കോൺടാക്ട് ചെയ്തു. SBIയുടെ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിന്റെ റെഗുലർ പ്ലാനിൽ SIP തുടങ്ങാൻ ആ ഏജന്റ് അവരെ അഡ്വൈസ് ചെയ്തു. അങ്ങനെ 2005 തുടക്കത്തിൽ ശ്രീകാന്തും ബൈജുവും മാസം 10,000 രൂപ വെച്ച് മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യാൻ തുടങ്ങി. അവരുടെ SIP പീരീഡ് 2005 ജനുവരി മുതൽ 2010 ഡിസംബർ വരെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ശ്രീകാന്തിന് ഒരു ഐഡിയ തോന്നി. സ്റ്റോക്ക് മാർക്കറ്റ് ഹൈ ആയി നിൽക്കുന്ന സമയത്ത് എന്തിനാ SIP ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നത്? മാർക്കറ്റ് താഴ്ന്നു നിൽക്കുമ്പം SIP ചെയ്താൽ കുറഞ്ഞ വിലയ്ക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ കിട്ടൂലേ? അങ്ങനെ ശ്രീകാന്ത് ഒരു ഡിസിഷൻ എടുത്തു. സ്റ്റോക്ക് മാർക്കറ്റ് തൊട്ടു മുമ്പത്തെ മാസത്തേക്കാൾ 5% കൂടുതൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ മാസം ഞാൻ SIP ഇൻസ്റ്റാൾമെന്റ് അടക്കില്ല. ഇതായിരുന്നു ശ്രീകാന്തിന്റെ തീരുമാനം. ഈ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പായി ശ്രീകാന്ത് ബൈജുവിനോടും ഇക്കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ ബൈജുവിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. എല്ലാ മാസവും മുടങ്ങാതെ SIP ഇൻസ്റ്റാൾമെന്റ് അടച്ച് മുന്നോട്ട് പോകാനായിരുന്നു ബൈജുവിന്റെ തീരുമാനം. എന്നാൽ അന്ന് മുതൽ എപ്പോഴൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് മുമ്പത്തെ മാസത്തേക്കാൾ 5% കൂടുതൽ ഉയർന്നോ ആ മാസങ്ങളിലൊക്കെ ശ്രീകാന്ത് SIP സ്കിപ്പ് ചെയ്തു. അങ്ങനെ 6 വർഷം കഴിഞ്ഞു. 2010 ഡിസംബർ ആയപ്പോഴേക്കും ശ്രീകാന്തിന്റെയും ബൈജുവിന്റെയും മ്യൂച്വൽ ഫണ്ട് SIPക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് നോക്കാം. ആ 6 വർഷത്തിൽ ശ്രീകാന്ത് 24 മാസം SIP സ്കിപ്പ് ചെയ്തു. എന്നാൽ ബൈജു ആകട്ടെ ഒരൊറ്റ മാസം പോലും തന്റെ SIP ഇൻസ്റ്റാൾമെന്റ് മുടക്കിയിട്ടില്ല. ശ്രീകാന്ത് ആകെ 48 മാസം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ബൈജു 72 മാസമാണ് SIP ചെയ്തത്. ഇവിടെ ശ്രീകാന്ത് ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് 4,80,000 രൂപയാണ്. ബൈജുവിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ആകട്ടെ 7,20,000 രൂപയും. ഇനി ഈ രണ്ട് കൊളീഗ്സിന് കിട്ടിയ റിട്ടേൺസ് പെർസെന്റേജ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ 24 മാസം സ്കിപ്പ് ചെയ്ത ശ്രീകാന്തിന് കിട്ടിയത് 16.41% റിട്ടേൺസ് ആണ്. എന്നാൽ ഒരു മാസം പോലും SIP മുടക്കാതെ ബൈജുവിന് കിട്ടിയതോ 16.12% റിട്ടേൺസും. ഈ രണ്ടു പേരിൽ കൂടുതൽ ഏറ്റവും റിട്ടേൺസ് കിട്ടിയത് ശ്രീകാന്തിനല്ലേ? അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുമ്പോൾ SIP സ്കിപ്പ് ചെയ്യുന്നതല്ലേ ബുദ്ധി? ഇങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ആ സസ്പെൻസ് ഇനി റിവീൽ ചെയ്യാം. ഈ രണ്ടു പേർക്കും കിട്ടിയ ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ ഫൈനൽ കോർപ്പസ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ 24 മാസം SIP സ്കിപ്പ് ചെയ്ത ശ്രീകാന്തിന് കിട്ടിയത് വെറും 7,95,213 രൂപയായിരുന്നു. എന്നാൽ ഒരൊറ്റ മാസം പോലും SIP മുടക്കാത്ത ബൈജുവിന് കിട്ടിയതോ 11,72,469 രൂപ എന്ന പടുകൂറ്റൻ എമൗണ്ട്. ശ്രീകാന്ത് ഇന്നും റിഗ്രറ്റ് ചെയ്യുന്നു താൻ ചെയ്ത വലിയ ബ്ലണ്ടറിനെ പറ്റി ആലോചിച്ച്. എന്നാൽ ബൈജുവിന്റെ ഈ വമ്പൻ നേട്ടത്തിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട 3 പ്രധാന ലെസൺസ് ഉണ്ട്. നമ്പർ 1, ഡോണ്ട് സ്റ്റോപ്പ് SIP അറ്റ് ഹയർ മാർക്കറ്റ് ലെവൽസ്. സ്റ്റോക്ക് മാർക്കറ്റ് ഹൈ ലെവൽസിൽ നിൽക്കുമ്പോൾ SIP സ്റ്റോപ്പ് ചെയ്താൽ അത് നിങ്ങളുടെ ഫൈനൽ കോർപ്പസിനെ മോശമായി ബാധിക്കും. നമ്പർ 2, ഈച്ച് ആൻഡ് എവരി SIP കൗണ്ട്സ്. മാർക്കറ്റ് താഴ്ന്നു നിൽക്കുമ്പോൾ മാത്രമല്ല, അതിനിടയിൽ വരുന്ന പീക്കുകളിൽ ചെയ്യുന്ന SIP ഇൻസ്റ്റാൾമെന്റ്സിനും നിങ്ങളുടെ ഫൈനൽ കോർപ്പസിൽ ഒരു വലിയ റോൾ ഉണ്ട്. നമ്പർ 3, നെവർ ടൈം ദ മാർക്കറ്റ്. SIPയിലൂടെ നിങ്ങൾ എത്ര സമയം മാർക്കറ്റിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കുന്നു എന്നതാണ് പ്രധാനം, അല്ലാതെ മാർക്കറ്റിൽ നല്ല സമയം വരാൻ നോക്കുന്നതല്ല. ഇനി ഒരു ചോദ്യം, ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് നിന്നും മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ.